Hello guys, അപ്പോൾ നമ്മൾ ഇന്ന് Canva യൂസ് ചെയ്ത ഒരു ഡിസൈൻ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഗൈസ് ഞാനിവിടെ Canva ഓപ്പൺ ആക്കുവാണ്. അത്യാവശ്യം നല്ല സ്പീഡിൽ നെറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് കിട്ടും. ഇപ്പോൾ എൻ്റെ BSNL ആണ് നെറ്റ് ഇത്തിരി സ്ലോ ആണ്, അതുകൊണ്ടാണ് ഒന്ന് ലോഡ് ആവാൻ താമസം. അപ്പോൾ നമ്മൾ ഇന്ന് Canva യൂസ് ചെയ്ത് ഡിസൈൻ ചെയ്യുന്ന യൂട്യൂബ് തംബ്നെയിലാണ്. അതിനായിട്ട് മുകളിൽ ആ സെർച്ചിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം യൂട്യൂബ് തംബ്നെയിൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സെർച്ച് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ഒരുപാട് ഡിസൈൻ ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ ഒരു ബ്ലാങ്ക് ടെംപ്ലേറ്റും ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് വർക്ക് ചെയ്യുന്നത് ബ്ലാങ്ക് ടെംപ്ലേറ്റ് യൂസ് ചെയ്തായിരിക്കും. എനിക്കിവിടെ കാണിച്ചിരിക്കുന്ന ഡിസൈൻ ടെംപ്ലേറ്റ്സ് എല്ലാം ഫ്രീ എന്നാണ് കൊടുത്തേക്കുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ക്യാൻവയുടെ പ്രോ സബ്സ്ക്രിപ്ഷൻ ഇപ്പോൾ ആക്റ്റീവ് ആയതുകൊണ്ടാണ്. പക്ഷേ അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ബ്ലാങ്ക് ടെംപ്ലേറ്റ് യൂസ് ചെയ്ത ഡിസൈനാണ്. അപ്പോൾ ഇവിടെ പ്രോയും ഫ്രീ യൂസറും ഒന്നും കാര്യമാവുന്നില്ല. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. ഡിസൈൻ ചെയ്യാനായിട്ട് ഞാനിവിടെ ബ്ലാങ്ക് ടെംപ്ലേറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഒരു പുതിയ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ആയി. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നെറ്റ് അത്യാവശ്യം സ്പീഡാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ സ്പീഡിയായിട്ട് ചെയ്യാം. പിന്നെ ക്യാൻവയുടെ ഒരു പ്രധാന പ്രത്യേകത, ക്യാൻവ നിങ്ങളുടെ ഡിസൈൻസ് ഓട്ടോമാറ്റിക്കലി സേവ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോഴും പോയി സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഡിസൈനിൽ നമ്മൾ ആദ്യം കൊടുക്കാൻ പോകുന്നത് ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. അതിനുശേഷം ഒരു ഫോട്ടോ, പിന്നീട് ടെക്സ്റ്റ്, അതിനുശേഷം ഒരു എലമെൻറ്റ് ലെയർ. ഇങ്ങനെയായിരിക്കും സംഭവം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ താഴത്തുള്ള പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ കൊടുത്തു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ലാൻഡ്സ്കേപ്പ് ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യാം, പാറ്റേൺസ് ഉണ്ട്, അബ്സ്ട്രാക്ട് ബാക്ക്ഗ്രൗണ്ട്, ഫുഡ് ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഞാനിവിടെ ചൂസ് ചെയ്യാൻ പോകുന്നത് ഞാൻ മുൻപ് ഒരു പ്രൊജക്റ്റിൽ യൂസ് ചെയ്ത ഒരു ഗ്രേഡിയൻ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടാണ്. ഓക്കെ, അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതിവിടെ ലോഡായി. ഓക്കെ, അടുത്തതായിട്ട് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്ന ഒരു ഫോട്ടോയാണ്. അതിനായിട്ട് താഴത്തെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഫോട്ടോസ് എന്ന ഓപ്ഷൻ കൊടുത്തു. നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങളൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ഫോട്ടോ ഉപയോഗിക്കാം. സ്റ്റോക്ക് ഫോട്ടോ ഉപയോഗിക്കാനായിട്ട് ഫോട്ടോസ് എന്ന ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് അപ്ലോഡ് എന്ന ഓപ്ഷനും അവൈലബിൾ ആണ്. നിങ്ങളൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞിട്ട് PNG ആയിട്ട് അപ്ലോഡ് ചെയ്യുക. ഫോട്ടോയിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളയാനായിട്ട് ഒരുപാട് ഫ്രീ ആയിട്ടുള്ള AI പവേർഡ് ടൂൾസ് ഓൺലൈൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. പിന്നെ ഇതിലും ഒരു ടൂളുണ്ട്, പക്ഷേ അത് പ്രോ യൂസേഴ്സിന് മാത്രമാണ്. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിൽ നല്ല ഫോട്ടോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു സ്റ്റോക്ക് ഫോട്ടോയാണ് ഈ ഒരു ട്യൂട്ടോറിയലിനായിട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഫോട്ടോ സ്കെയിൽ ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു ഫോട്ടോയ്ക്ക് ഒരുപാട് ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യാം. പിന്നെ അതോടൊപ്പം തന്നെ ഫ്ലിപ്പ് ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നീട് ഇതിലൊരു ക്രോപ്പ് എഫക്റ്റ് ഉണ്ട്. ഇത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ ഈസി ആയിട്ട് ക്രോപ്പ് ചെയ്തെടുക്കാം. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ എഫക്റ്റ് ബാക്ക്ഗ്രൗണ്ട് റിമൂവർ, ഇത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോയിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം. AI ആണ് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കിഡിലൻ റിസൾട്ടാണ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷേ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ ഇത് പ്രോ സബ്സ്ക്രിപ്ഷൻ എടുത്ത ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട, ഒരുപാട് ഓൺലൈൻ സർവീസസ് ഉണ്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നത്. ഇതിൽ തന്നെ ഫ്രീ ആയിട്ടുള്ള വെബ്സൈറ്റ്സും ടൂൾസൊക്കെ ഉണ്ട്. അത് നിങ്ങൾ ട്രൈ ചെയ്യുക. ഫോട്ടോയിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു വെബ്സൈറ്റിനെ പറ്റി ഞാൻ ഒരു യൂട്യൂബ് ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റായി, ഫോട്ടോയും സെറ്റായി. അടുത്തായിട്ട് ടെക്സ്റ്റാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അതിന് പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ടെക്സ്റ്റ് ഓപ്ഷൻ കൊടുത്തു. ഇവിടെ നിങ്ങൾക്ക് ഹെഡിങ് ആഡ് ചെയ്യാം, സബ് ഹെഡിങ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സാധാ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. പിന്നെ അതോടൊപ്പം തന്നെ ഒരുപാട് ടെക്സ്റ്റ് പ്രീസെറ്റ്സ് അവൈലബിൾ ആണ്. അതിലേത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ ഡോക്യുമെൻറ്റിലോട്ട് ആഡ് ചെയ്യാം. ചിലതൊക്കെ പ്രോ യൂസേഴ്സിന് മാത്രമുള്ളതായിരിക്കും. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ളവ സെലക്ട് ചെയ്തിട്ട് അത് യൂസ് ചെയ്ത് നല്ല അടിപൊളി ഡിസൈൻസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഡോക്യുമെൻറ്റിലോട്ട് ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെക്സ്റ്റ് നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യാം. പിന്നെ അതോടൊപ്പം തന്നെ റൊട്ടേറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഒരുപാട് എഫക്ട്സ് നിങ്ങളുടെ ടെക്സ്റ്റിന് കൊടുക്കാം. ഷാഡോ, ഹൈലൈറ്റ്സ് എന്നിങ്ങനെയുള്ള എഫക്ട്സ് കൊടുക്കാം. പിന്നെ അതോടൊപ്പം തന്നെ ഇതിൽ ഒരുപാട് ഇൻബിൽറ്റ് എഫക്ട്സ് ഉണ്ട്. അതും നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റിന് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിവിടെ ടെക്സ്റ്റിന് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വരുത്തുകയാണ്. അത് ഞാൻ ബോറടിക്കാണ്ടിരിക്കാൻ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുവാണ്. അപ്പോൾ ഞാനിവിടെ ഒരു മെയിൻ ടെക്സ്റ്റും ഒരു സബ് ടെക്സ്റ്റും ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ടൊരു എലമെൻ്റ് ആണ് ആഡ് ചെയ്യുന്നത്. അതിനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് എലമെൻറ്റ്സ് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്തു. ഞാനിവിടെ ഉപയോഗിക്കുന്നത് നേരത്തെ ഞാൻ ഉപയോഗിച്ച ഒരു യൂട്യൂബിൻ്റെ ലോഗോയാണ്. നിങ്ങൾ ഫ്രീ യൂസർ ആണെങ്കിൽ ചില എലമെൻറ്റ്സൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ അതൊക്കെ പെയ്ഡ് ആയിരിക്കും. പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അതെല്ലാം ഗൂഗിൾ ഇമേജസ്, പിന്നെ അതോടൊപ്പം തന്നെ ഫ്ലാറ്റ് ഐക്കൺ, അങ്ങനെ ഒരുപാട് വെബ്സൈറ്റ്സ് ഉണ്ട്. ഇതിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഓരോ എലമെൻറ്റിലും നിങ്ങൾക്ക് എഫക്ട്സും എഡിറ്റ്സൊക്കെ ആഡ് ചെയ്യാം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഞാൻ ഒരു എലമെൻറ്റ് കൂടി ആഡ് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കാണ്ടിരിക്കാൻ അത് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുവാണ്.
ഏത് ലെയറും ആയിക്കോട്ടെ, ഇപ്പോൾ ഫോട്ടോയാവാം, അല്ലെങ്കിൽ എലമെൻ്റ് ആവാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ആവാം, അതിൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് ഫോർവേഡും ബാക്ക്വേഡും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇതിൽ പൊസിഷൻ എന്ന ഒരു എഫക്റ്റ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ് ചെയ്ത് നിങ്ങളുടെ ലെയർ ഫോർവേഡും ബാക്ക്വേഡും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്യാൻവ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സത്യം പറഞ്ഞ ഒരു ട്യൂട്ടോറിയലിൻ്റെ ആവശ്യം തന്നെയില്ല. നിങ്ങൾ ക്യാൻവ ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. പല ഡിസൈൻസ് നിങ്ങൾക്ക് ചെയ്യാം. യൂട്യൂബ് തംബ്നെയിൽ, സോഷ്യൽ മീഡിയ പോസ്റ്റ്, ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്, അങ്ങനെ ഒരുപാട് ഡിസൈൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക വീഡിയോയ്ക്ക്. പിന്നെ നമ്മുടെ ചാനൽ കൂടുതൽ വീഡിയോസിനായിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.